ഹലോ അങ്ങനെ ദാ വന്നു ദേ പോവാണല്ലേ നമ്മുടെ റമളാൻ മാസം നോമ്പൊക്കെ. അപ്പോൾ ദാ ഇന്ന് 27ാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്ക് അത്താഴത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനൊരു 4:15 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ. അപ്പോൾ എന്നും ഞാൻ അത്താഴത്തിന് ചോറാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഏതായാലും വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളപ്പം ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളപ്പത്തിൻ്റെ മാവ് എടുത്ത് വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു 3 കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളപ്പൊക്കെ അതിന് ശേഷം പിന്നെ അത് കഴിക്കാൻ നിർത്തി. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? നിങ്ങളൊക്കെ എന്താണ് അത്താഴത്തിനൊക്കെ കഴിക്കാൻ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ എനിക്ക് ചോറ് കഴിക്കാനാണ് മെയിനായിട്ട് ഇഷ്ടം. പക്ഷേ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഉണ്ടാവുക. എനിക്ക് ഈ മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊക്കെ എന്താണ് അത്താഴത്തിൻ്റെ സമയത്ത് കഴിക്കാൻ ഇഷ്ടം എന്ന് പറയണം കേട്ടോ. കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. പിന്നെ ഞാനിതാ വെള്ളപ്പവും കടലക്കറി ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നലെ കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ കുറച്ചെടുത്ത് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കുറച്ചെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അത്താഴം കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് ഉറങ്ങാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് പത്തിരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതും ബാക്കിയാവും. എന്നാലും ഞാൻ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് ഉണ്ടാക്കേണ്ടി കരുതിയിട്ട് അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുഞ്ഞിപ്പണ്ണി എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അലമ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്താ പത്തിരിയൊക്കെ ഉണ്ടാക്കി മേശമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരമൊക്കെ പോയി കിടക്കും കേട്ടോ. ഇനി പോയി ഉള്ളിൽ സെറ്റാക്കിയിട്ട് കുറച്ച് നിസ്കരിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓതിയതിന് ശേഷം ഞാൻ കിടക്കും കേട്ടോ. പിന്നെ ഞാനൊരു 8:30 വരെയൊക്കെ കിടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എണിക്കലുള്ളൂ കേട്ടോ. അതൊക്കെയുള്ളൂ എൻ്റെ അത്താഴത്തിൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ബായ്.